റിജിൽ മാക്കുറ്റി, ഈ സന്ദീപ് വാര്യർക്ക് കൈകൊടുക്കുകയും സലിന് കൈകൊടുക്കാതിരിക്കുകയും ചെയ്തതടക്കം പാലക്കാട് മണ്ഡലത്തിൽ രാഷ്ട്രീയമായൊരു വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാൻ CPM ശ്രമിച്ചിരുന്നു. ഇപ്പോഴിതാ BJPയുടെ ഒരു ആരോപണം വരുന്നു. നിങ്ങൾ മുസ്ലിം ലീഗിൻ്റെ തടവറയ്ക്കുള്ളിലാണ്. വീണ്ടും ഒരിക്കൽ കൂടി ഒരു പ്രാദേശിക നേതാവ് വന്നാൽ പോലും പാണക്കാട് പോയി അംഗീകാരം അനുമതിയും വാങ്ങേണ്ടി വരുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറഞ്ഞത് BJP സംസ്ഥാന അധ്യക്ഷനാണ്. എന്തൊക്കെ പറഞ്ഞാലും ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തോട് വിയോജിച്ച് നിൽക്കുന്നൊരു കോൺഗ്രസ് നേതൃത്വം പാലക്കാടുണ്ട്. ഏറ്റവും ഒടുവിൽ സന്ദീപ് വാര്യരെ കൊണ്ടുവന്നതിന് പോലും സംശയം പ്രകടിപ്പിക്കുന്ന നേതാക്കൾ മുരളീധരനെങ്കിലും നിലവിൽ പാർട്ടിയിലുണ്ട്. ഇന്നവർ ഒരുമിച്ച് ഒരു ചടങ്ങിൽ പങ്കെടുത്തു. പക്ഷേ അപ്പോഴും ഈ പകൽവാഴും പെരുമാളിൻ രാജ്യഭാരം 15 നാഴിക മാത്രം എന്ന് മുരളീധരൻ കുറിച്ചത് ഈ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള ആയുസ്സിനെ കുറിച്ചാണോ എന്ന തരത്തിലുള്ള ചർച്ചകളും സജീവമാണ്. അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ വികസനത്തിൻ്റെ പേരിൽ വോട്ട് ചോദിക്കുന്നതിനും അപ്പുറം ചില തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഷാഫിയുടെ ഇമേജിൽ മറികടക്കാനുള്ള കോൺഗ്രസിൻ്റെ നീക്കം സലിൻ മറുഭാഗത്ത് വന്നതോടുകൂടി കൃഷ്ണകുമാർ മറുഭാഗത്ത് ശക്തനായതോടുകൂടി അതിന് മോഹഭംഗമായി മാറുന്നുണ്ടോ, അതിന് മങ്ങലേൽക്കുന്നുണ്ടോ? റിജിൽ മാക്കുറ്റി. ശരി ഡോക്ടർ അരുൺ, ഏതായാലും ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി ഒരുപാട് സമയം സംസാരിച്ചിട്ടുണ്ട്. മറുപടി ഇതിനൊക്കെ പറയേണ്ടതായിട്ടുണ്ട്. താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം, ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ലെന്ന്. ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിനകത്ത് വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ സന്ദീപ് വാര്യർ വന്നതോ അല്ലെങ്കിൽ മറ്റൊരാളുകൾ വരുന്നതോ പാർട്ടിക്കകത്ത് അവരുടെ ആശയധാരയിൽ നിന്ന്, പ്രത്യേകിച്ച് ചാണകക്കുണ്ടിൽ നിന്ന് വിഷം അല്ലെങ്കിൽ വെറുപ്പ് വമ്പിക്കുന്ന ഒരു ഫാക്ടറിയിൽ നിന്ന് അയാൾ പുറത്തു ചാടി എന്നുള്ളതാണ്. ഇപ്പോൾ ആ പുറത്തു ചാടുന്ന ഘട്ടത്തിൽ അയാൾ ഒരു രാഷ്ട്രീയ നിലപാടുകളൊന്നും പറയാത്ത ഘട്ടത്തിൽ പോലും ഇവിടുത്തെ CPMൻ്റെ MV ഗോവിന്ദൻ മാസ്റ്ററും AK ബാലൻ പറഞ്ഞ ക്രിസ്റ്റൽ ക്ലിയർ ആയ കോംറേഡ് എന്നാണ്. MB രാജേഷും ഞാൻ പറഞ്ഞ അതേ വാക്കാ പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ അവരെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ കോൺഗ്രസ്സിലെത്തിയപ്പോഴാണ് ഇവർക്ക് ഈ പ്രശ്നമുള്ളത്. ഇപ്പം നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, എന്താണെന്നറിയോ, ഈ നിങ്ങളിട്ടാൽ ബർമുട, ഞങ്ങളിട്ട കളസം. അതാണ് സന്ദീപ് വാര്യർ CPMൻ്റെ ഒപ്പം പോയാൽ അത് വലിയ കാര്യം, അത് കോൺഗ്രസിൻ്റെ ഒപ്പം വന്നാൽ മറ്റൊരു കാര്യം. അതല്ലേ അവരുടെ നിലപാട്. ആ നിലപാട് സന്ദീപ് വാര്യർ രാഷ്ട്രീയ വിയോജിപ്പ് BJPയിൽ നിന്ന് എടുത്തപ്പോൾ ആ രൂപത്തിൽ അവരാരും പാർട്ടി സെക്രട്ടറി തയ്യാറായിട്ടില്ലല്ലോ. അത് ഇന്ന് പോലും ഞാൻ രാഹുൽ ഗാന്ധിയുടെ പിറകിലാണ് അവർ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് RSS ബന്ധമാണ് അയാൾക്കുള്ളത് എന്നുള്ളത് ഇവർ മറുപടി പറയേണ്ടതുണ്ട്. അപ്പോൾ അയാൾ BJPയിൽ തന്നെ നിൽക്കുമ്പോൾ ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് പറഞ്ഞു. ഇയാൾ അത് രാഷ്ട്രീയ ബന്ധം ഉപേക്ഷിച്ച് ഞങ്ങളുടെ മെമ്പറാകാൻ വന്നപ്പോൾ പിന്നെ എന്ത് RSS ബന്ധമാണ് ഇവർ പറയുന്നത്? CPMൻ്റെ ലക്ഷ്യമാണ്. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്നറിയോ, ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇപ്പോൾ പിണറായി വിജയൻ ആയാലും BJP ആയാലും ഇപ്പോൾ മാരാർജി ഭവനിൽ നിന്നും AKG ഭവനിൽ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് AKG ഭവനിൽ നിന്ന് തീരുമാനിച്ച സ്റ്റേറ്റ്മെന്റ് മാരാർജി ഭവനിൽ ഉണ്ടാക്കിയ സ്റ്റേറ്റ്മെന്റ് AKG സെന്ററിൽ കൊടുക്കുകയാണ്. മുഖ്യമന്ത്രി സുരേന്ദ്രൻ ഒരേ വാക്കാണ് പറയുന്നത്. ഇത് പാണക്കാട് തങ്ങളെ കുറിച്ച് പറയുമ്പോൾ എന്താ പാണക്കാട് തങ്ങളെ വിമർശിച്ചാൽ മുഖ്യമന്ത്രി കുറ്റം സുരേന്ദ്രൻ ചോദിക്കുന്നത്? ഈ പാണക്കാട് തങ്ങളെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ എന്താണ് ഇടതുപക്ഷം പറഞ്ഞത്, മുസ്ലിം ലീഗ് പറഞ്ഞത് എന്താണ്? പിന്നൊരു കാര്യം, ഇവർ BJP ബന്ധം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഞാൻ ചോദിക്കും, ഈ തെരഞ്ഞെടുപ്പിനകത്ത് RSSും BJP കൂട്ടുകെട്ടിയതാരാന്നറിയോ? ഈ പാലക്കാടിന്റെ മന്ത്രി MB രാജേഷാണ്. തൃത്താലയിൽ ജയിക്കാൻ BJP കൂട്ടുകൂടി. ആ രാജേഷിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അനുരാഗ് ഠാക്കൂർ എന്ന് പറയുന്ന മതവർഗീയനായ ഏറ്റവും നികൃഷ്ടനായ ഒരു BJP നേതാവ്, പൗരത്വ സമരത്ത് മുസ്ലിങ്ങളെ ഏറ്റവും കൂടുതൽ ആക്രമിച്ച ഒരു BJP നേതാവിൻ്റെ ആത്മസുഹൃത്താണെന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടവനാണ് ഈ MB രാജേഷ് കേട്ടോ. അയാൾ എന്നിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് മുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധതാണ്. പിന്നെ ഞങ്ങളോട് ചോദിക്കുന്നു, ഡോക്ടർ അരുണേ, ഇവിടെ BJPയുടെ ഘടകകക്ഷി ആരാ? ദേവഗൗഡയല്ലേ? ദേവഗൗഡ NDAയുടെ ഘടകകക്ഷി അവിടെ നിൽക്കല്ലേ? ആ ഘടകകക്ഷിയല്ലേ കേരളത്തിൽ ദേവഗൗഡയെ നേതാവാക്കി അംഗീകരിക്കുന്ന പാർട്ടിയല്ലേ കൃഷ്ണൻകുട്ടി പാലക്കാട്? അയാളല്ലേ ഇവിടുത്തെ മന്ത്രി? ഇവരുടെ കൂടെയല്ലേ നിൽക്കുന്നത്? നിഷേധിക്കാൻ ഇവർക്ക് പറ്റുമോ? ഇവർ തമ്മിലല്ലേ BJP ബന്ധം? ഇവരിപ്പോൾ കൊണ്ടുവന്ന സരിനെ വയ്യാവേലി എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് അത് ന്യായീകരിക്കാൻ കൊണ്ടുവന്ന ജയരാജൻ ഉണ്ടല്ലോ, EP ജയരാജൻ, അയാൾക്കും അയാളുടെ ഭാര്യക്കും രാജീവ് ചന്ദ്രശേഖരന്റെ ഭാര്യയ്ക്കും ഇപ്പോൾ ഒന്നിച്ച് ബിസിനസ് ബന്ധമുണ്ടല്ലോ കണ്ണൂരിൽ. ഇവരുടെ നേതാക്കന്മാർ BJPക്കുമാരുമായി ബിസിനസ് ബന്ധം നടത്തുന്നുണ്ടല്ലോ. അതുമാത്രമല്ല, ഈ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന CPI MLA ആക്രമിച്ച കേസിലെ പ്രതികളായ RSSകാരെ ഒഴിവാക്കി കൊടുത്തു എന്ന് പറഞ്ഞ് രോദനം നടത്തിയതാരാ? കേരള നിയമസഭയിൽ ഈ ചന്ദ്രശേഖരൻ എന്ന് പറയുന്നത് CPI MLA അല്ലേ? പൂരം കലക്കി കൊടുത്ത് എന്ന് പറയുന്നത് ഞങ്ങൾ പറയുന്നതിനേക്കാൾ ഉച്ചത്തിൽ CPIയുടെ സ്ഥാനാർത്ഥി സുനിൽകുമാർ പറയുന്നില്ലേ? RSSന്റെ ആലയത്തിലേക്ക് ADGPമാർ അയച്ചുകൊണ്ട് ചർച്ച നടത്താനുള്ള അവസരം കൊടുത്തത് മുമ്പോട്ട് പോയതാരാ? ഇവിടുത്തെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഭരിക്കുമ്പോഴല്ലേ? അപ്പൊ ഇവിടെ RSSന് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നത് പിണറായി വിജയന്റെ ആമാശയ പ്രശ്നമാണ്. എന്താ പ്രശ്നം? ആമാശയ അഴിമതി നടത്തി, മകളും കുടുംബവും മുഴുവൻ അഴിമതി നടത്തി ജയിലിലേക്ക് പോകാൻ
പോകാതിരിക്കാൻ നരേന്ദ്രമോദിയെ സൂചിപ്പിക്കാനുള്ള തീരുമാനമല്ലേ ഇവരെടുത്തത്? പിന്നെ നിങ്ങൾ ചോദിക്കും കൃഷ്ണകുമാർ കരുത്ത്, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ കൃഷ്ണകുമാർ ആയിരുന്നല്ലോ പാലക്കാട് BJP സ്ഥാനാർത്ഥി, NDA സ്ഥാനാർത്ഥി. അയാൾ ഇവിടുത്തെ മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്നല്ലോ. എന്നിട്ട് എന്തേ പാലക്കാട് 9,000 വോട്ടിന് പിറകിലേക്ക് അയാൾ പോയത്? 2 മാസം മുമ്പ് നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിനകത്ത് 9,000 വോട്ടിന് പിറകിൽ പോയ കൃഷ്ണകുമാറിന് 2 മാസത്തെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ജയിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ പറയാണ്. അങ്ങനെയൊന്നും സാഹചര്യമില്ല ഇവിടെ ബിജെപിക്ക് അകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപഭ്രംശത്തിന്റെയും അന്തചിത്രത്തിന്റെയും അഴിമതി പണം, കള്ളപ്പണം വെളുപ്പിച്ചതിന്റെ ബന്ധപ്പെട്ട് നടക്കുന്ന ഏറ്റവും വലിയ തർക്കങ്ങൾ ഈ പാലക്കാട് നടക്കാണ്. ഈ തെരഞ്ഞെടുപ്പോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാകും എന്താ BJP എന്ന് പറയുന്ന പാർട്ടിയുടെ അവസ്ഥ, നിങ്ങൾ മനസ്സിലാകും. അതുകൊണ്ട് ആ BJPക്കെതിരെ ഈ പാലക്കാട് ജനതയുണ്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള പ്രചാരവേലയുമായി ഈ പറയുന്ന ആ കാര്യങ്ങൾ പറയാണ്. നമ്മുടെ മുമ്പിൽ ഒരു കാര്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയപരമായി ഞങ്ങൾ നടത്തുന്ന പോരാട്ടം, ആ പോരാട്ടം തന്നെയാണ്, രാഷ്ട്രീയപരമായ ചർച്ചയാണ്. ഞാൻ ചോദിക്കുന്നു, ഇവിടെ ഇടതുപക്ഷക്കാരന് ഈ പറയുന്ന ഞങ്ങൾ പോയ ആളുകളെ കുറിച്ചും അവരുടെ ജാതകത്തെക്കുറിച്ചും അവരുടെ നക്ഷത്രത്തെക്കുറിച്ചും കണക്കെടുക്കുമ്പോൾ ഈ നാട്ടിൽ ഇന്ന് ഉള്ളിയുടെ വില എത്രയാണെന്ന് അറിയോ? 75 രൂപയാണ്. ഈ നാട്ടിലെ ഇന്നത്തെ സപ്ലൈക്കോടെ അവസ്ഥ എന്താ? അടച്ചുപൂട്ടാണ്. മാവേലി സ്റ്റോർ സാധനം ഉണ്ടോ? ഇവിടെ KSRTCയും അതോടെ പെൻഷൻ കിട്ടാതെ എത്ര മാസമായി? നിർമ്മാണ തൊഴിലാളികൾ പെൻഷൻ പിടിച്ചു വിട്ട് എത്ര മാസമായി? പാവപ്പെട്ടവന്റെ വീട്ടിലെ അടുപ്പിൽ അരി വേവാനുള്ള സാഹചര്യമില്ല. ഇവർ ഭരിക്കുമ്പോൾ ഇത് ചർച്ച ചെയ്യപ്പെടണം. ഇത് പാലക്കാട് ഞങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവിടെയാണ് ഇവരുടെ പുതിയ പെട്ടിയുമായും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ചില ഗിമ്മിക്കുകളുമായി വന്ന് ഇവിടെ മുമ്പോട്ട് പോയാലും പാലക്കാട് ജനത ഇടതുപക്ഷത്തിന് വോട്ടില്ല. ശരി. Debate with Dr. Arun Kumar.